ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോണ ബ്രെഡ് കാരമൽ കസ്റ്റാർഡ് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് 1/2 ലിറ്റർ പാലാണ്, 1/2 കപ്പ് പഞ്ചസാര, ഇത് കസ്റ്റാർഡ് പൗഡറും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് 8 ബ്രെഡ് പൊടിച്ചെടുത്ത് ബ്രെഡ് ക്രംസ് ആണ്. 8 ബ്രെഡ് എടുത്തുണ്ടാക്കിയ ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നമുക്കിനി എങ്ങനെ ബ്രെഡ് കാരമൽ കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കാൻ നോക്കാം. ഈ കസ്റ്റാർഡ് പൗഡർ എങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്ന വെച്ചാൽ 1/2 കപ്പ് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. അതാണ് സംഭവം. ഇനി നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് കാരമൽ കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ കാരമൽ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം, പിന്നീട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുന്ന വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യാം. നമ്മുടെ കാരമൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മുടെ കാരമൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് ഇതിലേക്ക് ആഡ് ചെയ്യാം, കുറച്ചായിട്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇത് തിക്ക് കൺസിസ്റ്റൻസി വന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ബ്രെഡ് പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് പൊടിച്ചത് കുറച്ച് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാരമലിലേക്ക് ആ മിക്സ് ആഡ് ചെയ്തിട്ടുള്ള ലുക്ക്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് മിക്സ് നമുക്കിതിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പുഡിംഗ് മിക്സ് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കൊരു 25 മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം. ഇടയ്ക്കൊന്ന് വെന്തോ നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിനി കാണിക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. നമ്മൾ അടപ്പ് വെച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം വേവിക്കാൻ, ഒരു 1/2 മണിക്കൂർ. അപ്പോൾ അത് നമ്മുടെ പുഡിംഗ് ഇവിടെ വെന്ത് വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചൂടായ ശേഷം നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് കാരമൽ കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവർ ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.